നമ്മുടെ ഡിസ്കസിൻ്റെ അപ്ഡേറ്റ് എന്തായെന്ന് ചില സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് അത്ര സുഖമില്ലാത്തൊരു അപ്ഡേറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചൂട് കുറഞ്ഞെന്നുണ്ടെങ്കിലും വെയിലിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ആൽഗെ വരുവാണ്. കണ്ടില്ലേ, ഇതിനകത്ത് ആൽഗെ കയറുവാണ്. അവസാനം നമ്മളൊരു മാർഗ്ഗം കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിയാനോയുടെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു പോർച്ചുഗൽ ബ്രാൻഡ് സിയാനോയുടെ 60 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ടാങ്ക്, അതായത് ഇതേ സൈസിലുള്ള ഒരു ടാങ്ക് നമ്മൾ കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടാങ്ക് തന്നെയാണ്. ടാങ്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറയാം. അപ്പോൾ ആ ടാങ്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം, എന്നിട്ട് വേണം ഇവന്മാരെ മാറ്റാൻ. അപ്പോൾ ഈ സിയാനോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിയാനോയിൽ തന്നെ അതിൻ്റെ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ചൊരു ഫിൽറ്ററിനൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മളൊരു സ്പോഞ്ച് ഫിൽറ്റർ വെക്കുന്നുണ്ട്, നമുക്കത് നോക്കാം. സെറ്റ് ചെയ്യുന്നത് കൊണ്ടേയിരിക്കുകയാണ്, തകൃതിയായിട്ട് സെറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, 60 സെൻറ്റിമീറ്റർ സെയിം സൈസിലുള്ള ടാങ്കാണ്, ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആണ്. അതിൻ്റെ ടോപ്പാണ് ഇതെവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ LED-യും ഹീറ്ററും എല്ലാം കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. സിയാനോ ടാങ്ക് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെ മെയിൻ പരിപാടി, അയ്യോ എന്തൊരു രസം നോക്കൂ. ഈ സിയാനോ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിലെ മെയിൻ പരിപാടി എന്താ അറിയോ? സിയാനോയുടെ ഈ CF ബയോ എന്ന് പറഞ്ഞ ഫിൽറ്ററാണ്. CF ബയോ എന്നാണ് ഈ ഫിൽറ്ററിൻ്റെ ഒരു പേര്, CF ബയോ ഫിൽറ്റർ. ഇത് നമ്മൾ 1 മീറ്ററിൻ്റെ CF ബയോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹീറ്റർ വെക്കുക എന്നുള്ളതാണ്. ഇത് സിയാനോയുടെ തന്നെ മെയ്ഡ് ഇൻ പോർച്ചുഗൽ ഹീറ്ററാണ്. ഇത് 50 വാട്ടിൻ്റെ ഹീറ്ററാണ്, കാരണം ചെറിയ ടാങ്കാണല്ലോ. ഹീറ്റർ ആദ്യമായി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. കണ്ടില്ലേ, അത് അതിനകത്തേക്ക് പോയി. ഹീറ്ററിലേക്കാണ് ആദ്യമായിട്ട് ഈ ഓവർഫ്ലോയിൽ വെള്ളം വരുന്നത്. ആദ്യം ഇതുവഴിയും കയറും, ഇതുവഴിയും കയറും. ആദ്യം കയറുന്നത് തന്നെ ഹീറ്ററിലേക്കാണ്. വെള്ളം ആദ്യം തന്നെ അങ്ങ് ചൂടാക്കുവാണ്, എന്നിട്ടേ വൃത്തിയാക്കുന്നുള്ളൂ. നല്ലൊരു സ്ട്രോങ് സ്പോഞ്ച്, അതായത് ആദ്യത്തെ മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ആദ്യത്തെ സ്റ്റെപ്പ്, അതാണ് നമ്മൾ രണ്ടാമത്തെ ചേമ്പറിലുള്ളത്. മെക്കാനിക്കൽ ഫിൽട്രേഷനാണ്. മൂന്നാമത്തെ ചേമ്പറിൽ ഈ ഒരു ഹോൾഡറാണ്. ഈ ഹോൾഡറിനകത്ത് കാർട്രിഡ്ജാണ് വെക്കുന്നത്. കാർട്രിഡ്ജിന് പകരം കാണിച്ചു തരാം. ഇതാണ് കാർട്രിഡ്ജുകൾ. ഒന്ന് പിന്നെ ഫോസ്ഫേറ്റ് റിമൂവറും നൈട്രേറ്റ് റിമൂവറും കാർട്രിഡ്ജാണ് ഉള്ളത്. പക്ഷേ ഇതിന് പകരം എന്തുകൊണ്ടും ബെനിഫിഷ്യൽ എന്താണെന്നറിയോ? നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉള്ള നമ്മുടെ അരോണ ടാങ്കിൽ നിന്ന് ഇതേ ലെവലിൽ സെറാമിക് റിങ്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ടാണ്. ഇതിലൊക്കെ എന്താ ഉള്ളത് നമുക്കറിയില്ല, അത്രയും ചെറിയ സാധനമാണ്. പക്ഷേ ഇതിനേക്കാളും അതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലാസ്റ്റ് കോളത്തിൽ വെറുതെ ഇടാം, അതിനകത്ത് അബ്സോർബ് ചെയ്തോട്ടെ. ഇതിൽ നമുക്കിപ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ പഴയ അക്വേറിയത്തിൽ നിന്ന്, അതായത് ഓൾറെഡി റണ്ണിങ് അക്വേറിയത്തിൽ നിന്ന് നമ്മൾ സെറാമിക് റിങ്സ് എടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അരോണ ടാങ്ക് നിന്ന് എടുക്കാം. ആദ്യം ഒരു സോക്സ് ഒപ്പിക്കട്ടെ. ഫിൽറ്റർ സോക്സ് ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു ഫിൽറ്റർ ബാഗ് എടുത്തിട്ട് അത് നമുക്ക് ചെറുതാക്കിയിട്ട് അതിലേക്ക് വെക്കാം. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ, അതാണ് അവിടെ നോക്കിയിട്ട് കാണാഞ്ഞത്. സംഭവം ഇതിനകത്ത് ഓൾറെഡി ഇട്ട് വെച്ചേക്കുവാണ്. കണ്ടില്ലേ, നമുക്ക് ഇത്രയും സാധനം ആവശ്യമുള്ളൂ. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളൂ. ഇത് വാഷ് ചെയ്യാനൊന്നും പോകരുത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം പോയി. ഈ വേസ്റ്റോടെ തന്നെയാണ് അതിലേക്ക് വെക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമ്മുടെ അക്വേറിയം വാട്ടറിൽ ഒന്ന് റിൻസ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക ഐഡിയകളൊന്നും നിങ്ങൾക്ക് ഒരു വീഡിയോയിലും കിട്ടില്ല കേട്ടോ. ജലീലിൻ്റെ വീഡിയോയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ഇന്നസെൻ്റ് ചേട്ടൻ ആ സിനിമ എന്താ പിന്നെ ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് പറഞ്ഞ സിനിമയിൽ ജഗതി ചേട്ടനും പറയുന്നുണ്ട്, ഇതൊക്കെ കൈപ്പണിയാണ്, കണ്ടോന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേക്ക് ഫർണിച്ചറൊക്കെ അങ്ങ് പൊട്ടും. അതുപോലെ ഇതൊക്കെ കൈപ്പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് കോളത്തിനകത്തേക്ക് നമ്മളിത് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, സിയാനോക്കാരൻ കണ്ടാൽ എന്നെ ചെരുപ്പോണ്ടടിക്കും. ഇത്രയും നല്ല കാർട്രിഡ്ജ് തന്നിട്ട് താനെതിരെ ഇതൊക്കെ കുതിക്കയറ്റുന്നതെന്ന് നോക്കി. ഇതിനകത്തിപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഹീറ്റർ, ഹീറ്റർ. സെക്കൻഡ് കോളത്തിനകത്ത് മെക്കാനിക്കൽ ഫിൽട്രേഷൻ. ഓക്കെ, തേർഡ് കോളത്തിനകത്ത് സെറാമിക് റിങ്സ്. ഫോർത്തിലാണ് സബ്മേഴ്സിബിൾ പമ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ സിയാനോ ടാങ്കിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം ഇവരുടെ സ്പോഞ്ച് ഫിൽറ്റർ വേണ്ട, അതിനകത്ത് സ്പോഞ്ച് ഫിൽറ്റർ ഓൾറെഡി നമ്മൾ അരോണ ടാങ്കിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഈ ബ്രീഡിംഗ് കോണാണ് നെക്സ്റ്റ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. അതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോകാം. കണ്ടോ, നമ്മൾ ഡെയിലി വെള്ളം മാറ്റിയിട്ടും ഇതിൻ്റെ ഒരു അവസ്ഥ വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇതിൽ പിന്നെ മുട്ടയിടാനൊന്നും കഴിയാത്തൊരു കണ്ടീഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവരെ
അകത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കണ്ടോ എത്ര ആൽഗ നോക്കും, ആ കോണിൻ്റെ മേലെല്ലാം ആൽഗയെ പറ്റിയേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാണ്. അങ്ങോട്ട് പോ. ലല്ല എന്താണ് ഡിസ്കസാ ഒരാൾ പേടിച്ചിട്ടുണ്ട്. എന്താ ഇവൻ ചെയ്യുന്നത്? ബാ പോലെ ബാ പുതിയ ടാങ്കിലേക്ക് ഇടാല. ഇങ്ങനെ ഉറങ്ങുന്ന കാണുന്നുണ്ട്. Toast to the ones you did it. Toast to the ones. Let's bring back all the memories. Toast to the ones. നമ്മളെ സിയാനോ ടാങ്ക് നമ്മൾ ഈ സൈഡിലായിരുന്നല്ലോ ആദ്യം സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു, കാരണം നമ്മുടെ പയ്യൻ പോയി അതിനെ പിടിക്കുവാണ്. അപ്പോൾ ആ ഒരു റിസ്ക് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങ് ജോലിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രകാശം കണ്ടോ, ഇതിങ്ങനെ വെട്ടിത്തിളങ്ങുവാണ്. അത്രയും ലൈറ്റ് ആണ് ഇതിന് അടിക്കുന്നത്, കണ്ടോ. ഇതിനിവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫിഷിനെ ഇതിലേക്ക് മാറ്റിയാൽ മതി. ഫിൽറ്റർ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പോഞ്ച് ഫിൽറ്റർ അഡീഷണലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ സിയാനോ ടാങ്ക് ഇവരെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു. അത് ടാങ്ക് സൈക്ലിങ്ങും എല്ലാം കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരെ നമുക്ക് ഇവരുടെ ഈ ബ്രീഡിങ് കോണ് ഇതിൽ നിന്ന് എടുത്തിട്ട് ആ ടാങ്കിൽ കൊണ്ടുപോയി വെക്കാം. ഈ ടാങ്ക് ഫ്രീ ആവും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണാം. ഈ ടാങ്കിന് ഒരു പോളാർ ബ്ലൂവോ അങ്ങനെ ഏതോ ഒരു കോൺവിക്റ്റോ ഏതിൻ്റെയോ ബ്രീഡിംഗ് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം. ആദ്യം ഏതായാലും അവർക്ക് ഏത് ക്ലൈമറ്റിലും എങ്ങനെയും ഏത് ഇതിലും നിൽക്കാൻ പറ്റും. പക്ഷേ ഇവരെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഇവരെ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാം. ഇതിന് മേലേക്ക് കണ്ടോ, വായിൽ പിടിച്ചേക്കുക. നമുക്കിവരെ നെറ്റ് വെച്ച് പിടിക്കാതെ നേരെ ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് എടുത്തിട്ട് അതേ കവറോടെ കൊണ്ടുപോയി അവിടെ ടാങ്കിൽ വിടാം. കവറിലെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവരെ നേരെ ടാങ്കിലേക്ക് വിടാം. ടാങ്കിൽ അക്ലമറ്റൈസേഷനൊക്കെ ഇങ്ങനെ കവറിലെടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവരെ ഈ ടാങ്കിലേക്ക് നമ്മൾ വിടാൻ പോവാണ്. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഇവരെ ഇതിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഫിഷിനെ ടാങ്കിലേക്ക് തുറന്നു വിടുവാണ്. ഇപ്പോൾ രാത്രിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അവർ ആ ലൈറ്റ് ഇട്ട ഉടനെ വളരെ ഒരു പേടിയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കൊരു പേടി ഉണ്ട് അവരെ. അതുകൊണ്ട് നമ്മളിവരെ അധികം ഉപദ്രവിക്കാതെ നമ്മളിവരെ ഫ്രീ ആയിട്ട് വിടുന്നതാണ് നല്ലത്. ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം ഇന്നത്തെ ഒരു ദിവസം ഇവർക്ക് എന്തായാലും ഒരു സ്ട്രെസ് ഉണ്ടാവും. നാളെ വൈകുന്നേരം കൂടെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോയും കൂടെ ഈ ഒരു വീഡിയോയുടെ അന്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെയാണ് നമുക്ക് യഥാർത്ഥ സർപ്രൈസ് കാണിക്കാനുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പുതിയ ടാങ്കിനകത്ത് ഇവർ മുട്ടയിട്ടിട്ടുണ്ട്. ഇവർക്ക് ആ ടാങ്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്നാണ് അർത്ഥം. അപ്പോൾ അറിയാലോ, ഡിസ്കസ് എഗ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ അപ്ഡേറ്റ്സ് വഴിയെ നമ്മുടെ ഷോർട്ട് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും.